അങ്ങനെ ട്വിസ്റ്റുകൾ നിറഞ്ഞ സിനിമ പോലെ താരസംഘടനയായ അമ്മയുടെ വനിതാ ഭരണത്തിന് ആന്റി ക്ലൈമാക്സിൽ കൂട്ടരാജി. ശ്വേതാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായ 17-അംഗ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചു. 31 വർഷത്തെ പുരുഷാധിപത്യം തകർത്തെത്തിയ ഭരണസമിതിയാണ് 10 മാസം പിന്നിട്ടപ്പോൾ തമ്മിൽ തല്ലി പിരിഞ്ഞത്. അമ്മയുടെ അംഗത്വവും ശ്വേതാ മേനോൻ രാജിവെച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ നടന്മാരെ സംരക്ഷിച്ചെന്ന ആക്ഷേപം ശക്തമായ പശ്ചാത്തലത്തിലായിരുന്നു ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി അധികാരത്തിലെത്തിയത്. അമ്മയുടെ പ്രവർത്തനത്തിനായി രമേശ് പിഷാരടി MLA കൺവീനറായി അഡ്ഹോക് കമ്മിറ്റിയെ ഇന്നലെ തെരഞ്ഞെടുത്തു. 4 മാസത്തിന് ശേഷം പൊതുയോഗം ചേർന്ന് കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കും പുതിയ ഭരണസമിതി. ശ്വേതയും മോഹൻലാലും ഉൾപ്പെടെ പലരും മടങ്ങിയതിന് പിന്നാലെയാണ് ജഗദീഷ്, KB ഗണേഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. നേരത്തെ നടന്മാരായ ദിലീപ്, സിദ്ദിഖ് എന്നിവർക്കെതിരായ കേസുകളാണ് വനിതാ ഭാരവാഹികൾക്ക് വഴി തുറന്നത്. സിദ്ദിഖ് ഉൾപ്പെട്ട കമ്മിറ്റി രാജിവെക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും മത്സരിച്ച് ജയിച്ചു. ഭരണസമിതി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ശ്വേതാ മേനോനും കുക്കുവും തമ്മിൽ അടിയാകുന്നു. ജനറൽ സെക്രട്ടറിയും ട്രഷറർ ഉണ്ണി ശിവപാലും ചേർന്ന് സംഘടനയെ നിയന്ത്രിക്കുന്നതായി ശ്വേത ആരോപിക്കുന്നു. ഓഫീസ് മാനേജർ അതുല്യ പ്രകാശിനെ ശ്വേത അറിയാതെ ജനറൽ സെക്രട്ടറി പിരിച്ചുവിടുന്നു. അധികാര തർക്കം രൂക്ഷമായി. ജീവനക്കാരിയെ തിരിച്ചെടുക്കുന്നു. ഉണ്ണി ശിവപാൽ നിർബന്ധിത അവധിയിൽ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ രാജിവെച്ചതാണ്. കമ്മിറ്റി അംഗങ്ങളായ ടിനി ടോം, ലക്ഷ്മി പ്രിയ എന്നിവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പോലീസിൽ പരാതിയും നൽകി. അമ്മ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും അൻസിബ പിന്മാറിയില്ല. അൻസിബയ്ക്കെതിരെ പോലീസിൽ ലക്ഷ്മി പ്രിയ കേസ് കൊടുത്തു. ഫെബ്രുവരിയിൽ നടന്ന കുടുംബ സംഗമത്തിന് ഒരു ക്ഷേത്ര ട്രസ്റ്റ് 70 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് നൽകി. അത് സ്വീകരിക്കുന്നതിനെ അൻസിബയും മറ്റു ചിലരും എതിർത്തു. കണക്ക് അവതരിപ്പിച്ചില്ല. ഇതിനിടെ പൊതുയോഗം വിളിക്കാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഇന്നലെ കാക്കനാട്ടെ ചിറ്റലപ്പള്ളി സ്ക്വയറിൽ പൊതുയോഗം ചേരുന്നു. മോഹൻലാൽ ഒഴികെ പ്രമുഖ താരങ്ങളൊന്നും പങ്കെടുത്തില്ല. യുവനിരയും വിട്ടുനിന്നു. കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചെങ്കിലും പൂർണ്ണമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബഹളം നടക്കുന്നു. കുടുംബസംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് 67 ലക്ഷത്തിന്റെ കണക്ക് എവിടെയെന്ന് ചോദ്യം വരുന്നു. ട്രഷറർ ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്തിയത് മൂലമാണ് കണക്ക് അപൂർണമായതെന്ന് ശ്വേത പറഞ്ഞെങ്കിലും ബഹളം തുടർന്നു. അങ്ങനെ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമം നടന്നു. താൻ ആർക്കൊപ്പമില്ലെന്നും പൊതുയോഗം എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കുമെന്നും മുൻ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ അഭിപ്രായം പറയുന്നു. പ്രവർത്തനത്തിലെ വീഴ്ചകളും തനിക്കുണ്ടായ അനുഭവങ്ങളും അൻസിബ വിശദീകരിച്ചു. സമവായ ശ്രമം പരാജയപ്പെട്ടതോടെ ശ്വേതയടക്കം രാജിവെച്ചു. തുറന്നു പറയാൻ പലതുമുണ്ട്. ഇപ്പോൾ അമ്മയിൽ അംഗമല്ല. കുറ്റാരോപിതർ ഗൂഢാലോചന നടത്തിയാണ് വനിതാ നേതൃത്വത്തെ ഒഴിവാക്കിയത്. വനിതകൾ പാവകളല്ല, പാവയാകാൻ തയ്യാറല്ല. ബാബുരാജ് അംഗമായ മുൻ കമ്മിറ്റിയുടെ കുഴപ്പങ്ങളാണ് കണക്ക് മുഴുവൻ അവതരിപ്പിക്കാൻ കഴിയാത്തതെന്നും രാജിക്ക് ശേഷം ശ്വേതാ മേനോൻ പറഞ്ഞു.